നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ചുമതലകളും നിർവഹിക്കുവാനും ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ മിക്കപ്പോഴും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതൊക്കെ വളരെ വൈകിട്ട് മാത്രം മേഖലയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും മാതാപിതാക്കളിൽ നിന്നും സ്വല്പം അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന സന്ദേശം മാതാപിതാക്കളെ അറിയിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അവർക്കും ആശ്വാസമുണ്ടാകും എന്ന് മാത്രമല്ല 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും തൃപ്തികരമായുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനായിട്ട് ആദ്യത്തെ 1-2 ആഴ്ചകളൊക്കെ തന്നെ ധാരാളം യാത്രകളും ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ലഭിക്കുകയില്ലയോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകാമെങ്കിലും അന്തിമമായിട്ട് മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ ഉദ്ദേശിച്ച പോലെ തന്നെ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നതുമാണ്. വ്യാപാര വിപണന വിതരണ മേഖലകളിലും തൊഴിൽ മേഖലകളിലും പ്രത്യേകിച്ച് കരാർ ജോലികളിലും കഴിഞ്ഞ ഒരു വർഷം അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങളെ എല്ലാം ഒഴിഞ്ഞു മാറി അനുകൂലമായുള്ള അന്വേഷണങ്ങളും അവസരങ്ങളും ധാരാളം വന്നു ചേരുന്നത് വഴി ആശ്വാസമുണ്ടാകും. എന്നാൽ അതെല്ലാം തന്നെ പ്രാവർത്തികമാകുവാൻ 2-3 മാസം താമസം വന്നു എന്നൊക്കെ വരാം. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അത് ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. അമിത വേഗതയുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അല്ലെങ്കിൽ വാഹന ഉപയോഗവും അബദ്ധമായി തീരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വിദഗ്ധരായിട്ട് അന്വേഷണം നടത്തുകയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളെയും തൊഴിൽ മേഖലകളാണെങ്കിലും കുടുംബ ബന്ധമാണെങ്കിലും ഒക്കെ തന്നെ ആദ്യം തിരികെ വന്നു ചേരുവാനും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ മംഗളകർമ്മങ്ങളിലും വിരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനിട വരും. ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മോഹന വാഗ്ദാനങ്ങളിൽ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഏർപ്പെടുന്നത് അബദ്ധമായി തീരുവാനിടയുണ്ട്. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം തുടങ്ങിയതായിട്ടുള്ള പദ്ധതികൾ ഒരുപക്ഷെ കരാർ ജോലികളായിരിക്കാം. പലപ്പോഴും സ്വന്തം നിലയിലല്ല തടസ്സങ്ങൾ വന്നിട്ടുള്ളത്. അവരെ ഏൽപ്പിച്ച അവരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അത് നിന്നുപോയിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം തന്നെ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും സാമ്പത്തികമായുള്ള സഹായവും വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഓർമ്മശക്തി കുറവുണ്ടോ എന്ന തോന്നലുകളെ ഉണ്ടാവുകയും ഇനി മുതൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ വെളിച്ചത്തിൽ യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പ്രവർത്തന തലത്തിൽ പല സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാകുമെങ്കിൽ പോലും പ്രാവർത്തികമായിട്ട് ചിന്തിച്ചിട്ടും അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ ആവശ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ മാത്രമേ അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. തീർത്തും അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. നിലവിലുള്ള ജോലിയിൽ ഇനി ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാനോ
അല്ലാത്ത പക്ഷം ജോലി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിൽ മറ്റൊരു വിഭാഗം പഠിക്കുവാനായിട്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും? അതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവും. സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തിൽ പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് പലപ്പോഴും മനസ്സിന് സമാധാനം കുറയും, ഒരു മടുപ്പ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിതത്തെ നയിക്കണം, കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണം എന്ന ആ ഒരു ധർമ്മം നിറവേറ്റുവാനായിട്ട് പിന്നെയും പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് പല പ്രകാരത്തിലും അസുഖങ്ങളും ആശുപത്രിവാസവും വേണ്ടി വരുവാനിടയുണ്ട്. അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സാമ്പത്തികമായുള്ള മേഖലകൾ തിരിച്ചു വരുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ഗഡുക്കളായിട്ട് മാത്രമേ തിരിച്ചു ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നത് ആശ്വാസമേകുന്ന ഘടകം തന്നെ ആണ്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ആത്മാർത്ഥ സുഹൃത്തിന് സ്തുത്യർഹമായിട്ടുള്ള സേവനം വന്നു ചേരുന്നത് വഴി ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ അവസരം വന്നു ചേരും. രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായുള്ള അവസ്ഥാവിശേഷം സംജാതമാകും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും രണ്ടാമതുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതും പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. ഇതാണ് ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിയാൽ മതി എന്ന ധാരണയോടുകൂടിയും പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ 6-7 മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ ഈ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനും കർമ്മമണ്ഡലങ്ങൾ വിജയിച്ചതിന്റെ വെളിച്ചത്തിൽ ജോലി രാജിവെക്കുക എന്ന ധാരണയോടുകൂടി ഏറ്റെടുക്കുവാൻ അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് പഠിക്കുവാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വസ്തുനിഷ്ഠമായി പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിട വരും. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ യോഗമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ വിളവെടുപ്പ് പ്രതികൂലമാകുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എങ്കിലും അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഒരുപക്ഷെ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ മാത്രമേ അതിനൊരു നിർണയം ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരമുണ്ടാകും. അന്തിമമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് അന്തിമമായിട്ട് അവധി ലഭിച്ചതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് 1 മാസത്തിന്റെ ഉള്ളിൽ, അതായത് ജൂലൈ 17 മുൻപ് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തക്കവണ്ണം പണികളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ തീരുമാനിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും പ്രായാധിക്യമുള്ളവരുടെ നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ
ഒരു പരിധിവരെ അബദ്ധങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. പല കാര്യങ്ങളിലും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ചു മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. ആപൽഘട്ടങ്ങളിൽ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികളും ആശയങ്ങളും സ്വന്തം കർമ്മമണ്ഡലിൽ അവലംബിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മിഥ്യാധാരണകൾ പല മേഖലകളിലും ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന്റെ വെളിച്ചത്തിൽ അബദ്ധങ്ങളെ പല വിധത്തിലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഏറ്റെടുത്ത ദൗത്യം നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിലും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പുത്രന്റെ സംരക്ഷണ ചുമതല ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടവരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഇനി മുതൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമശീതോഷ്ണ രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് പരിശ്രമിക്കുവാനോ സകുടുംബം മാറി താമസിക്കുവാനോ തീരുമാനിക്കുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും സാധ്യതയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറുന്നതായിരിക്കും നന്നാവുക. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും. പ്രവർത്തന മണ്ഡലങ്ങളിൽ നീതിയുക്തമായുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജോലിക്കാർക്ക് ശമ്പള വർധനവ് തയ്യാറാകുവാനും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും വിലത്തോത് കുറെ കൂട്ടുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കൃഷി രീതികൾ അവലംബിക്കുവാൻ തീരുമാനിക്കും. അതിനുവേണ്ടി സാമ്പത്തികമായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് ഏതൊരു കാര്യം ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. ചിത്രകല, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ, വ്യാപാര, വിപണന, വിതരണ മേഖല തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ഔദ്യോഗികമായുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും ചില ജോലിക്കാർക്ക്, സഹപ്രവർത്തകർക്ക് പകർച്ചവ്യാധി, മറ്റു ചിലർക്ക് മംഗളകർമ്മങ്ങളിൽ സജീവമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ, മേലധികാരികൾക്കാണെങ്കിൽ ഉടമസ്ഥർ പറയുന്ന പല കാര്യങ്ങൾക്കും പുതിയതായുള്ള പദ്ധതി സമർപ്പണം, ഇങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടും ഔദ്യോഗികമായുള്ള ചുമതലകൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാനായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ടേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകുവാനും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.